പ്രൈസ് ഗോഡ്. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. In fact, I'm so happy to be here, especially in this church, Shalom Fellowship Church. Pastor സന്തോഷ് തരിയൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ചർച്ചും ദൈവദാസനും ഒരുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വീണ്ടും ഇവിടെ ഞാൻ ആൽബിനിയിൽ ആദ്യമാണ് വരുന്നത്. ഇവിടെ വന്ന് നിങ്ങളോട് ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Also, I am very happy to see your smiling faces, and of course, we are here to be in the presence of God. It's a revival meeting. That's what we heard here, of course. Revival എന്ന് പറയുമ്പോഴത്തേക്ക് sometimes we think it is some kind of ecstasy and emotional expression and things like that. Emotion is there. I'm not against emotions and all, but every revival should bring some transformation. That is what I understand. ഒരു രൂപാന്തരീകരണം നടക്കുന്നില്ലെങ്കിൽ ഉണർവ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മളിവിടെ I speak in tongues every day, but just by coming here and speaking in tongues and going back doesn't bring if it doesn't bring that transformation in our life, then there is no good in doing all those things. So what we expect here is transformation. ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോഴാണ് റിവൈവൽ സമ്പൂർണ്ണമാകുന്നത്. പലപ്പോഴും ഇന്നത്തെ ഒരു പ്രശ്നം, ദൈവവചനം കേൾക്കുമ്പോഴും most of the time when we hear from the word of God, it is limited to information. There is much information in every message, but transformation doesn't happen. That's a big issue. So what I am trying to say, ഇവിടെ നമ്മളുടെ മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് നമുക്ക് രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കം നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കണം. So everyone who is here, I just want all of you to pray that God revive me or transform me എന്നുള്ളൊരു വലിയൊരു പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇമോഷണൽ എക്സ്പ്രഷനൊക്കെ ഉണ്ടായിട്ട്, എക്സ്റ്റസി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ട് വിൽ ഗോ ബാക്ക്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഐ നീഡ് ട്രാൻസ്ഫോർമേഷൻ. എനിക്കൊരു വലിയ രൂപാന്തരീകരണം ആവശ്യമുണ്ട്. ആൻഡ് ഓൾസോ when I say transformation is costly. That is also there. ഒരു കോസ്റ്റും കൊടുക്കാതെ ആത്മീയ കാര്യങ്ങളൊക്കെ അനുഭവിച്ചേച്ച് പോകാൻ വരുന്നവരാണ് ഇന്ന് പലരും ചർച്ചിൽ. They come to the church. Sometimes I say they remove the shoes, come inside, they experience ecstasy, and they do all kind of spiritual or religious things inside the church, and everything is good inside, but while go back they take the same shoes and going back to the field. ഷൂസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നമ്മുടെ ഫുട്വെയർ മാത്രമല്ല, ഈവൻ അവർ ലൈഫ്. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരാളാകും. സഭാ ഹോളിനകത്ത് വരുമ്പോഴത്തേക്ക് we are not like other people. We are separated people. We are this, that. A lot of things we say. We are inside and we enjoy every kind of ecstasy. And while going back, we are the same. We take back our old life and going. പഴയ ജീവിതം അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് വാതുക്ക വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് പാട്ട് പാടും, പ്രാർത്ഥിക്കും, ദൈവവചനം കേൾക്കും, എല്ലാം ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് തീരുമാനം എടുക്കും. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ലാതെ തിരിച്ചു പോകുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ അതിനെ റിവൈവൽ എന്ന് പറയാൻ ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, റിവൈവൽ ഈസ് നോട്ട് ജസ്റ്റ് മേക്കിംഗ് സൗണ്ട്. You see the difference. Revival is not just making sounds. Revival is, of course, there is doctrine, there is emotions, everything is there, but at the same time, revival എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സോ ഇന്ന്
എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം അതാണ്. നമ്മൾ ഈ റിവൈവൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ പഴയ ലൈഫ് അതുമായിട്ട് പോകരുത്. ഒരു വലിയ ചേഞ്ച് നമുക്ക് അനിവാര്യമാണ്. വി നീഡ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. അത് കോസ്റ്റ്ലി ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കോസ്റ്റ് കൊടുക്കേണ്ടാത്ത, അതായത് ചേഞ്ച് വേണ്ടെങ്കിൽ കോസ്റ്റ് ഇല്ല, അല്ലേ? ദ പ്രോബ്ലം വിത്ത് അസ് വി ആർ മെയിൻറ്റെയിനിങ് ദ സ്റ്റാറ്റസ് കോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണെങ്കിൽ കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. പക്ഷേ ക്രിസ്തീയത എന്ന് പറയുന്നതെല്ലാം നഷ്ടമാണ്, അല്ലാതെ ഇത് ലാഭമൊന്നുമല്ല. ലാഭം ഉണ്ടാക്കാനാണ് പലരും സഭയിൽ വരുന്നത്. ലാഭം ഉണ്ടാക്കാനെന്ന് പറയുന്നത് ജീവിതത്തിൽ ലാഭം ഉണ്ടാകണം, സാമ്പത്തിക ലാഭം ഉണ്ടാകണം, ഉദ്യോഗത്തിൽ കയറ്റം വേണം, പിന്നെ സന്തോഷം വേണം, കുറേയേറെ എൻജോയ് ചെയ്യണം. അതൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ചർച്ചിലോട്ട് വരുന്നതും മറ്റും. അതിനെക്കുറിച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നീട് പറയാം. അതുകൊണ്ട് പ്രസംഗങ്ങളും, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമാണ്. പ്രസംഗങ്ങളും പൊതുവേ എന്താണ്? ഇറ്റ് ഓൾവേസ് ടെൽ യു വാട്ട് യു ഗെറ്റ്. നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് പ്രസംഗങ്ങൾ മുഴുവൻ പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത, റിയൽ ഗാസ്പൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് സേയിങ് വാട്ട് യു വിൽ ഗെറ്റ്, ബട്ട് റാദർ ഇറ്റ് സേയ്സ് വാട്ട് യു ആർ ഗോയിങ് ടു ലൂസ്. ഈ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിൽ നോട്ട് ചെയ്തില്ലെങ്കിൽ പോലും, പുസ്തകത്തിൽ നോട്ട് ചെയ്താലും നല്ലതാണ്. ബേസിക് ക്രിസ്ത്യൻ living or Christian preaching tells what you are going to lose, not what you are going to get. Take the case of the teachings of Jesus. യേശു പ്രസംഗിച്ചപ്പോഴൊക്കെ എന്തൊക്കെ കിട്ടുമെന്നാണോ പറഞ്ഞേ? If anyone would follow me, let him take up his cross and follow me. If anybody comes after me and do not hate his father, his mother, his brother, his sister, and even what all things he has, he cannot be my disciple. എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ he is going to lose everything. He is losing almost everything. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ആദ്യം തന്നെ നഷ്ടപ്പെടുന്നതെന്നറിയാമോ? സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് മോഹങ്ങളില്ല, താല്പര്യങ്ങളില്ല, ആഗ്രഹങ്ങളില്ല. യു സീ ദ ഡിഫറൻസ്? എൻ്റെ മോഹങ്ങളെ മുഴുവൻ എടുത്തു കളയുന്നു. ഇന്നത്തെ പ്രീച്ചിങ്ങിൻ്റെ ഡിഫറൻസ് എന്താ? ഇന്നത്തെ പ്രീച്ചിങ്ങിൽ പീപ്പിൾ ആർ സേയിങ്, വന്ന് പ്രസംഗകർ വന്ന് പറയുന്നത് എന്താണ്? നീ ഇഷ്ടം പോലെ മോഹിച്ചോളാനാണ് പറയുന്നത്, അല്ലേ? നീ ആഗ്രഹിക്കുന്നതൊക്കെയും, നിൻ്റെ മനസ്സിൽ നീ സ്വപ്നം കാണുന്നതൊക്കെയും നൽകുവാൻ ഇന്ന് യേശു വന്നിരിക്കുന്നു എന്നല്ലേ പറയുന്നത്? ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ ടീച്ചിങ്. നിൻ്റെ സ്വപ്നങ്ങളെല്ലാം കൂടെ നൽകാനായിട്ട് യേശു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ ടീച്ചിങ് അല്ല. ബിബ്ലിക്കൽ ടീച്ചിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ എടുത്തു കളയുന്നതാണ്. നിൻ്റെ സകല സ്വപ്നങ്ങൾ എടുത്തു കളയുക, അങ്ങനെയല്ലേ പറയുന്നത്? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്. തൻ്റെ ക്രൂശ് എന്ന് പറയുമ്പോൾ, ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ചിന്ത കഷ്ടത എന്നാണ്. ക്രൂശ് എന്ന് പറഞ്ഞാൽ കഷ്ടതയല്ല. കാര്യം കഷ്ടപ്പെടുത്താനായിട്ട് മാത്രം ആരെയും ക്രൂശിൽ കയറ്റത്തില്ല. ക്രൂശിൽ കയറ്റുന്നത് എന്തിനാ? കൊല്ലാനാ. യു സീ ദ ഡിഫറൻസ്? കൊല്ലാനാ. ആരെ കൊല്ലാൻ? തൻ്റെ ക്രൂശ് എടുത്ത്. യേശുവിൻ്റെ ക്രൂശല്ല, തൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവൻ്റെ ക്രൂശ്. വരുന്നവൻ ചാകണം. ഇതാണ് അടിസ്ഥാനപരമായ വേദപുസ്തക ഉപദേശം. ഒന്ന്, തന്നെ തന്നെ ത്യജിക്കണം. രണ്ട്, തന്നെ തന്നെ കൊല്ലണം. ഇതാരെങ്കിലും നിങ്ങൾ പ്രസംഗിച്ച് കേട്ടോ? ഇവിടെ ആരെങ്കിലും വന്ന് വരുന്നുണ്ടെങ്കിൽ പറയൂ, നിൻ്റെ സകല സ്വപ്നങ്ങളും എടുത്തു കളയാൻ, നിൻ്റെ എല്ലാ മോഹങ്ങളെയും എടുത്തു കളയുവാൻ, നിനക്കുള്ളതെല്ലാം നശിപ്പിക്കുവാൻ യേശു വരുന്നു എന്നാരെങ്കിലും പറയുമോ? ഒന്നും കിട്ടത്തില്ലേ ബ്രദറെ? കിട്ടും. രണ്ട് കാര്യം കിട്ടും. ഒന്ന്, ക്രൂശ്, യു വിൽ ഗെറ്റ് എ ക്രോസ്. രണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് സന്തോഷം. അടുത്ത വാക്യം എന്നാ വായിക്കാത്തെ?
ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം എടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ക്രോസ്, രണ്ട് നുകം. യോക്ക് ആൻഡ് ക്രോസ്. ഇതാരെങ്കിലും പ്രാർത്ഥിച്ചു പോലും ഞാൻ കേട്ടിട്ടില്ല. കർത്താവേ, എനിക്ക് നിൻ്റെ നുഖത്തെ തരണമേ കർത്താവേ, എനിക്ക് ക്രൂശിനെ തരണമേ കർത്താവേ, എന്നെ കൊല്ലണേ കർത്താവേ. പിന്നെ എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്? ഇങ്ങനത്തെ പ്രസംഗവുമില്ല. സോ ബേസിക്കലി റിവൈവൽ ഉണ്ടാകണമെങ്കിൽ യേശു പ്രസംഗിച്ച പ്രസംഗം പ്രസംഗകർ പ്രസംഗിക്കണം. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സൊക്കെ നിങ്ങളെ കളിപ്പിക്കുക പ്രിയമുള്ളവരെ. അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത് മുഴുവൻ വേദവിപരീതമാണ്. ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ സ്ക്രിപ്ചർ. ജീസസ് ഓഫേർഡ് ഓൺലി ടു തിങ്സ്, ദാറ്റ് ഈസ് ഹിസ് യോക്ക് ആൻഡ് യുവർ ക്രോസ്. അതായത് അവൻ്റെ നുകവും നിൻ്റെ ക്രൂശും. ഇതാണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. വേറെ എന്തോ ഓഫർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയും, എൻ്റെ ബ്രദറെ വേദപുസ്തകത്തിൽ പറഞ്ഞ് വായിച്ചിട്ടില്ലേ? ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കും, വായിച്ചിട്ടില്ലേ ബ്രദർ 100 മടങ്ങ് പ്രതിഫലം തരുമെന്ന്? 100 മടങ്ങ്. ഞാൻ പറയും ശരിയാണ്, പക്ഷേ എൻ്റെ മുകളിലത്തെ ഈ മുകളിലത്തെ വായിക്കത്തില്ല, അല്ലെ താഴത്തെ വായിക്കത്തില്ല. ഇതാ പ്രശ്നം. അവിടെ പറയുന്നതെന്നറിയാമോ? ഒരുവൻ എന്നെ അനുഗമിക്കുകയും അവൻ എൻ്റെ നിമിത്തം അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ എന്നിട്ട് താഴെ പറയുന്നത് അത് നിലങ്ങളെയോ വീടിനെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് പ്രതിഫലവും പിന്നെ സ്വർഗത്തിൽ നിത്യജീവനും കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ വിട്ടുകളയുന്നതിനെക്കുറിച്ച് ആദ്യം പറയുന്നത് കിട്ടുന്നതിനെക്കുറിച്ചല്ല. ആദ്യം വിട്ടുകളയുന്നതാണ്. എന്തൊക്കെയാണ് വിട്ടുകളയേണ്ടത്? അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ, പിന്നെ നിലങ്ങളെ, വീടിനെ നിങ്ങൾ വിട്ടുകളയുന്നുവെങ്കിൽ നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം കിട്ടും. ആരുടെ നിമിത്തം? എൻ്റെ നിമിത്തം. എന്നിട്ട് നമ്മൾ പറയുന്നത് 100 മടങ്ങ് പ്രതിഫലം കിട്ടുമെന്ന് പറയും. പക്ഷേ എന്തൊക്കെയാണ് വിട്ടുകളയുന്നത്? ഒന്ന്, അപ്പനെ വിട്ടുകളയുന്നു. അപ്പനെ വിട്ടുകളയുന്നല്ല, എന്നെ അനുഗമിക്കുകയും അപ്പനെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവനെന്നാണ് പറയുന്നത്. അതുപോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അത് ഓരോ ഭാഗത്ത് ഓരോ രീതിയിൽ അത് പറയുന്നത്. അപ്പോൾ ഞാൻ യേശുവിനെ അനുഗമിക്കുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുന്നു? എൻ്റെ അപ്പനെ എനിക്ക് നഷ്ടപ്പെടുന്നു. എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന്. അപ്പം ഞാൻ യേശുവിനെ അനുഗമിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെടുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഐ വാസ് ഓൺലി എ സ്കൂൾ ബോയ്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു കീപ്പ് യുവർ ഫെയ്ത്ത്, ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹോം. നിൻ്റെ ഫെയ്ത്ത് വേണമെങ്കിൽ വീട് വിട്ടു പോകാൻ പറഞ്ഞു. ഒരു രാത്രി 10 മണിക്കാണ്. ഞാൻ പറഞ്ഞു, യെസ്, ഐ നീഡ് ഓൺലി വൺ തിങ് ഫ്രം ദിസ് ഹൗസ്. എന്തോടാ വേണ്ടത്? കാശ് ചോദിക്കുമെന്നാണ് പുള്ളിക്കാരൻ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ ബൈബിൾ ഞാൻ എടുത്തോട്ടെ, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ ഇറങ്ങാൻ തയ്യാറായപ്പോൾ എൻ്റെ അമ്മാച്ചൻ പിന്നെ ഒരു സൈഡിൽ നിന്ന് കയ്യെ പിടിച്ച് വലിച്ചകത്ത് കയറ്റി ഇട്ടു. ഇല്ലാതെ അന്നേ ഇറങ്ങി പോയനെ പാതിരാത്രിക്ക്. വീടിനെ ഉപേക്ഷിച്ചു, പിന്നെ സഹോദരന്മാരെ ഉപേക്ഷിച്ചു, സഹോദരിമാർ. അവർ പറയുന്നു ഞങ്ങൾക്കിങ്ങനെ ഒരു സഹോദരനില്ല. എൻ്റെ കാര്യത്തിലെന്നുള്ളതല്ല, നമുക്കറിയാമല്ലോ നോർത്ത് ഇന്ത്യയിലും മറ്റും ഒരാൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ അവിടെ സഹോദരങ്ങളെല്ലാവരും ഉപേക്ഷിക്കുകയാണ്, ഇല്ലേ? സഹോദരന്മാരും സഹോദരികളും ഉപേക്ഷിക്കുകയാണ്. പിന്നെ അപ്പനെയോ അമ്മയെയോ, അപ്പൻ പറയുന്നു യു ആർ നോട്ട് മൈ സൺ, അമ്മ പറയുന്നു ഞാൻ ഇവനെ പ്രസവിച്ചിട്ടില്ല, ഇല്ലേ? മക്കൾ പറയുന്നു എന്തോന്ന് അപ്പൻ, ഈ ഫെയ്ത്തിൻ്റെ പുറകെ പോയാൽ ഇയാൾ എൻ്റെ അപ്പൻ അല്ല. അപ്പനെ ഉപേക്ഷിക്കുന്നു, മക്കളെ ഉപേക്ഷിക്കുന്നു. നിലങ്ങൾ,
നിലങ്ങളെന്ന് പറയുമ്പോൾ ആ കാലയളവിൽ അവരുടെ പ്രൊഫഷനാണ് അല്ലേ, കൃഷിയാണല്ലോ അന്നത്തെ പ്രൊഫഷൻ. അപ്പം യേശുവിനെ അംഗീകരിച്ചതിൻ്റെ പേരിൽ പ്രൊഫഷൻ നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. ജോളത്തില എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ദമോയ്ക്കടുത്ത പാസ്റ്റർ സന്തോഷ് തരിയൻ അവിടെ ദമോയ് വന്നിട്ടുണ്ട്. അതിനടുത്തുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി സുവിശേഷം അറിയിച്ചു. അവിടുത്തെ ചില ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നു. ചില ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജന്മിയുണ്ട്. ആ ജന്മി വന്നിട്ട് പറഞ്ഞു, ഈസായി ആയവനൊന്നും നാളെ തൊട്ട് എൻ്റെ പറമ്പിൽ എൻ്റെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൻ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി തിന്നോട്ടെ. അവിടെ നിന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആൾക്ക് നിലമുള്ള സ്ഥലമുള്ളവരൊന്നുമല്ല. പ്രത്യുത അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അത് അയാളൊരു ഇതാണ്, ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ അതിൻ്റെ ലീഡർ ഒരാളുണ്ടായിരുന്നു. അയാൾ ക്രിസ്ത്യാനിയായി, അയാൾ വിശ്വാസിയായി കഴിഞ്ഞ് അപ്പോൾ അവിടെ ഈ വിഗ്രഹപൂജ നടക്കുന്ന സമയത്ത് ഈ ലീഡർ പോയി വിഗ്രഹപൂജ നടത്തണം. ഇയാൾ പോയില്ല. പോയി കഴിഞ്ഞപ്പം പോകാതിരുന്നപ്പോഴത്തേക്ക് അയാൾ വന്നിട്ട് ചോദിച്ചു, നീ എന്താ വരാഞ്ഞത്? ഉടനെ അയാൾ പറഞ്ഞു, ഈ ക്രിസ്ത്യാനിയായി തീർന്ന തൊഴിലാളി പറഞ്ഞു, അത് യജമാനനെ ഇത് വിഗ്രഹമല്ലേ, ഇതിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, വായുണ്ടെങ്കിലും രുചിക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അയാൾ ഭയങ്കര ചാടി കയറി, എവിടെ നിന്നാണോ നിനക്ക് ഈ ജ്ഞാനമൊക്കെ കിട്ടിയത്? അവൻ പറഞ്ഞു, ഞാൻ ഒരു പുസ്തകം വായിക്കുന്നില്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ട് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നെന്ന്. അത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ ജ്ഞാനമാണ്, ഇതൊന്നും പ്രയോജനമുള്ളതല്ലെന്ന്. നീ ഈസായി ആണോന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. എന്നാൽ ഇനി മേലാൽ എൻ്റെ പുരയിടത്തിൽ കയറിയേക്കരുത്, നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പ്രൊഫഷൻ ഉപേക്ഷിക്കേണ്ടി വന്നവർ ഇല്ലേ? അതുപോലെ അങ്ങനെ ഓരോന്നിനെയും വിട്ടുകളഞ്ഞ്, അപ്പനെ വിട്ടുകളഞ്ഞവർ, അമ്മയെ വിട്ടുകളഞ്ഞവർ, വീടുകളെ വിട്ടുകളഞ്ഞവർ, നിലങ്ങളെ വിട്ടുകളഞ്ഞവർ, പ്രൊഫഷൻ വിട്ടുകളയേണ്ടി വന്നവരായ ആളുകൾ, അവരോടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ആദ്യം വിട്ടുകളഞ്ഞ എന്താണ്? വീട് വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ വിട്ടുകളയേണ്ടി വന്നു. അപ്പോൾ എന്തോ സംഭവിക്കും? 100 വീട് കിട്ടും. 100 വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കേട്ടോ, 2 ബന്ധുക്കോസുകാർക്ക് 50 വീടുണ്ട്, ഇനി അയാൾ 100 ആക്കാൻ നോക്കുകയാണ്. അങ്ങനത്തെ വീടല്ല പ്രിയമുള്ളവരെ. എന്താണെന്നറിയാമോ? എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇന്ന് ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും സായിച്ചാ ഞങ്ങളുടെ വീട്ടിൽ വരണേ, ഇതാ സായിച്ചാൻ്റെ വീടാ എന്നും പറഞ്ഞ് എനിക്ക് 100 അല്ല, ഇപ്പോൾ 1000 വീടുണ്ട്. ആധാരം എഴുതുന്ന വീടിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇഫ് യു ആർ റിജക്റ്റഡ് ഫ്രം വൺ ഹോം, you will get thousands of hundreds of homes where you will be welcomed. നിങ്ങളെ വെൽക്കം ചെയ്യാൻ 100 കണക്കിന് വീടുകൾ, 100 കണക്കിന് വീടുകൾ, 100 കണക്കിന് അപ്പന്മാർ, 100 കണക്കിന് അമ്മമാർ, 100 കണക്കിന് സഹോദരന്മാർ, 100 കണക്കിന് സഹോദരികൾ. ഇതൊക്കെയാണ് ദൈവം ഓഫർ ചെയ്തത്, യേശു ഓഫർ ചെയ്തത്. ഒരമ്മ ഉപേക്ഷിച്ചാൽ 100 അമ്മമാർ. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അപ്പനും അമ്മയും ഇറക്കി വിടാൻ നോക്കിയാൽ ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം അമ്മമാർ വന്നിട്ട് പറയും, മോനെ എൻ്റെ വയറ്റിൽ പറന്നില്ലെന്നുള്ളതേ ഉള്ളൂ, നീ എൻ്റെ മോനാ. അപ്പന്മാർ പറയും, സാജു നീ എന്നെ അപ്പനെ പോലെ കരുതണം കേട്ടോ, ഐ ആം യുവർ ഫാദർ, ഐ ആം ലൈക്ക് യുവർ ഫാദർ. 100 കണക്കിന് അപ്പന്മാർ, 100 കണക്കിന് അമ്മമാർ, 100 കണക്കിന് സഹോദരങ്ങൾ, 100 കണക്കിന് സഹോദരിമാർ. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. വേണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ അമ്മമാരെ കിട്ടുമ്പോൾ അവരെ നോക്കിക്കോണം. അതുകൊണ്ട് ഇല്ലേ, യോഹന്നാൻ യേശുവിൻ്റെ പിന്നാലെ പോയി. അവൻ ഒരമ്മ ഉണ്ടായിരുന്നു, മരിക്കാൻ കിടന്നപ്പം യേശു എന്ത് ചെയ്തു? യേശുവിൻ്റെ അമ്മയെ കൂടെ കൊടുത്തു. അന്ന് മുതൽ ആ ശിഷ്യൻ ആ അമ്മയെ എന്ത് ചെയ്തു? വീട്ടിൽ ചേർത്ത് കൊണ്ടു. പിന്നെ ചെലവിന് കൊടുത്തത് യോഹന്നാനാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് 100 കണക്കിന് അമ്മമാരെ തരണമേ കർത്താവേ, എനിക്ക് അവരെയൊക്കെ സംരക്ഷിക്കണം, എനിക്ക് 100 കണക്കിന് സഹോദരങ്ങളെ അവരുടെ പ്രതിസന്ധികളിലൊക്കെ അവരുടെ കൂടെ നിൽക്കാൻ, എന്നെ സഹായിക്കാനല്ല, അവരെ സഹായിക്കാൻ.
നൂറുകണക്കിന് അമ്മമാരെ വേണമെന്ന് ഇന്ന് വരെ ആരും പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, വേദപുസ്തകം വായിക്കുമ്പോൾ ഇതുപോലുള്ള മെസ്സേജസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അതേ അർത്ഥത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ലാഭമല്ല, നഷ്ടമാണ് ഉണ്ടാകുന്നത്. നഷ്ടമാണ്. അത് നിങ്ങൾ തയ്യാറാണോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. എന്നാലേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ? ഈ ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ക്രിസ്തീയതയുടെ ആഴത്തിലേക്ക് വരാത്തവൻ പ്രാർത്ഥിക്കുന്നത് ഗിമ്മി ഗിമ്മി ബ്ലസ് മീ ബ്ലസ് മീ. ഇതല്ലേ നമ്മുടെ നോർമൽ പ്രെയർ, ഗിമ്മി ഗിമ്മി ബ്ലസ് മീ ബ്ലസ് മീ. പക്ഷേ യഥാർത്ഥ ആത്മീയതയിലേക്ക് വരുന്നവൻ എന്താ പറയുന്നത് അറിയാമോ? ലോർഡ് ടേക്ക് മീ, ടേക്ക് മീ. ഗിമ്മി ഗിമ്മി എന്നല്ല, ടേക്ക് മീ. എന്നെ നീ എടുക്ക്, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടോട്ടെ, ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഈ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിത്വം ഒരു ലാഭക്കച്ചവടമല്ല, ക്രിസ്ത്യാനിത്വം ഒരു നഷ്ടക്കച്ചവടമാണ്. എന്ന് വെച്ചോണ്ട് നിങ്ങളാരും പട്ടിണി കിടക്കുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. My God shall supply all your needs according to his riches in glory. But my God shall supply all your needs. ഗ്രീഡ്സ് അല്ല, നീഡ്സ് ആണ്. നിൻ്റെ മോഹങ്ങളെയൊക്കെയും സാധിപ്പിക്കുവാൻ യേശു വന്നിരിക്കുന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ ഉപദേശം അല്ല. ഞങ്ങളൊരു മിഷണറി ഉണ്ടായിരുന്നു, ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു. ഒരിക്കലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് മീറ്റിംഗ്. ഇപ്പോഴത്തെ പല മീറ്റിങ്ങും സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണല്ലോ. അപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ മീറ്റിങ്ങിന് പ്രത്യേകിച്ച് പാസ്റ്റേഴ്സിനെ വിളിച്ചുള്ള, മിഷണറീസിനെ വിളിച്ചുള്ളൊരു മീറ്റിങ്ങാണ്. അപ്പോൾ ഇവനെ ഒരാൾ വിളിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞത്, ഈ ലോകത്തിലെ സകല സമ്പത്തും എൻ്റെ ദൈവത്തിൻ്റെയാണ്, ഈ ലോകത്തിലെ സകല പണവും എൻ്റെ ദൈവത്തിൻ്റെയാണ്, ഈ ലോകത്തിലെ സകല സ്വർണവും എൻ്റെ ദൈവത്തിൻ്റെയാണ്, ഈ ലോകത്തിലെ സകല വെള്ളിയും എൻ്റെ ദൈവത്തിൻ്റെയാണ്, ഈ ലോകത്തിൻ്റെ എല്ലാ സമ്പത്തും എൻ്റെ ദൈവത്തിൻ്റെയാണ്. ഈ ദൈവത്തെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകും. ഞങ്ങളുടെ മിഷണറി പറഞ്ഞു, സർ ഞാൻ ഈ പ്രസംഗം നേരത്തെ കേട്ടിട്ടുണ്ട്. ബ്രദർ എൻ്റെ പ്രസംഗം നേരത്തെ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളെ ആദ്യം കാണുന്നത്. പിന്നെ എവിടുന്നാണ് ഈ പ്രസംഗം കേട്ടത്? എന്നെ പറഞ്ഞു, ഇതൊരു പഴയ പ്രസംഗമാണ്. അതിനാ ഈ പഴയ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 12,000 വർഷത്തെ പഴക്കമുണ്ട്. ഇതേ പ്രസംഗമാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞത്. ഇതേ പ്രസംഗമാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞത്. ഇഫ് യു വർഷിപ്പ് മീ, ഓൾ ദീസ് തിങ്സ് ആർ ഗിവൺ അൺ ടു മീ, ആൻഡ് ഇഫ് യു വർഷിപ്പ് മീ യു വിൽ ഗെറ്റ് എവറിതിങ്. ഐ വിൽ ഗിവ് യു എവറിതിങ്. അപ്പോൾ ഈ ഭൗതിക നന്മകളും സമ്പത്തും വർഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ സാത്താന്യ പ്രസംഗങ്ങളാണ്. നീ ആരാധിച്ചാൽ നിനക്ക് ഇതെല്ലാം കൂടെ കിട്ടുമെന്ന് പറയുന്നത് ഒരു സാത്താന്യ പ്രസംഗമാണ്. കാര്യം സാത്താനും അത് തന്നെയാണ് പറഞ്ഞത്, ഇല്ലേ? പലരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഒരിക്കലൊരാൾ ഈ ഒരു വാക്യം ഇട്ടിട്ട് ഹൗ മെനി ഓഫ് യു സേ ആമേൻ എന്ന് ചോദിച്ചപ്പം മിക്കവാറും എല്ലാവരും ആമേൻ പറഞ്ഞു. ഏത്? ഇഫ് യു വർഷിപ്പ് മീ യു വിൽ ഗെറ്റ് എവറിതിങ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും ആമേൻ പറഞ്ഞു. കാര്യം അവർക്കറിയത്തില്ല ഏത് വാക്യമാണ് എന്നൊന്നും, ആര് പറഞ്ഞതാണെന്നൊന്നും അറിയത്തില്ല, ഇല്ലേ? ഇങ്ങനെയുള്ള നിലയിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് നമ്മൾ പോകുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത് ദൈവവചനത്തിലുള്ളതാണോ? ആര് പ്രസംഗിച്ചാലും നിങ്ങൾ ചെക്ക് ചെയ്യണം. ബെരോവയിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബെറിയൻ ക്രിസ്ത്യൻസ്, വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ദം. They accepted it, the words, but they were going home and they were നമ്മുടെ ഭാഷ പറഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി, whether it is truly biblical. തിരുവെഴുത്തുകളിൽ അങ്ങനെ തന്നെയോ എന്ന് അവർ സൂക്ഷ്മതയോടുകൂടെ ശോധന ചെയ്തു. അവർ പ്രസംഗം കേൾക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അത് ബിബ്ലിക്കലാണോ, അത് തിരുവെഴുത്തുകൾക്ക് യോജിക്കുന്നതാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തു. ആരുടെ പ്രസംഗമാണ്? പൗലോസിൻ്റെ. പൗലോസ് പ്രസംഗിച്ചിട്ട് അവർ പറഞ്ഞു, നില്ലേ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെന്ന്. പൗലോസ് പ്രസംഗിച്ചിട്ട് വെട്ടി വിഴുങ്ങാൻ അവർ തയ്യാറല്ലായിരുന്നു. പിന്നെ നിങ്ങളെന്തിനാ സാജി പറയുന്നത് വെട്ടി വിഴുങ്ങുന്നത്? സാജി പറയുന്നതൊക്കെ നിങ്ങളൊന്ന് കേട്ടിട്ട് വീട്ടിൽ പോയി നോക്ക്, ഇത് അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്തിട്ട് സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ 2-3 ദിവസം ഞാനുണ്ടല്ലോ,
നിങ്ങൾക്ക് നാളെ വന്നിട്ട് പറയാം ബ്രദർ പറഞ്ഞത് ബിബ്ലിക്കലല്ല കേട്ടോ, വേദപുസ്തക പ്രകാരം തെറ്റാണെന്ന് എന്നോട് പറ, ഡയറക്റ്റ് പറ. എനിക്കൊരു വിരോധമില്ല. വേദപുസ്തക പ്രകാരം അല്ലാത്ത എന്തെങ്കിലും ഞാൻ പ്രസംഗിച്ചാൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. സീ ദ ഡിഫറൻസ്. അതും ഇതും കേൾക്കുന്നതെല്ലാം നിങ്ങൾ വെട്ടി വിഴുങ്ങരുത് എന്ന് ആദ്യമേ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബിബ്ലിക്കലായിരിക്കണം, ബൈബിൾ ബേസ്ഡായിരിക്കണം. അല്ലാത്ത പ്രസംഗങ്ങൾ നമ്മൾ സ്വീകരിക്കരുത്. അല്ലാത്ത പ്രസംഗം സ്വീകരിച്ചാൽ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. ഈ ടുഡേ ഈസ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ 3 ദിവസം ഞാനിവിടെ ഉണ്ട്. ഈ 3 ദിവസവും ഈ പറഞ്ഞതുപോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്ന എന്നൊക്കെ പറയാമല്ലോ. സന്തോഷിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ അതുമുണ്ട് വേദപുസ്തകത്തിൽ, സന്തോഷവുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സന്തോഷം മാത്രമല്ല ഉള്ളത്. നമ്മളൊക്കെ വാക്യം വായിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നു കൊള്ളാം. ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, സന്തോഷിപ്പിക്കുന്ന വാക്യമേ ഇതിനകത്തുള്ളോ? ആരും പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ച എന്നെ കീറി മുറിച്ച ഒരു വചനം, കഴിഞ്ഞ ആഴ്ച എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരു വചനം എന്നൊക്കെ പറയാനോട് നമുക്ക് കഴിയണം. സന്തോഷമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ വചനം നമ്മളെ തീർച്ചയായിട്ടും ആശ്വസിപ്പിക്കും. ഇത് ആശ്വാസവും പ്രബോധനവും എല്ലാം ഉള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, ടെലിവിഷനിലും മറ്റും വരുന്നതായ കാര്യങ്ങൾ 90%, 10% ചിലപ്പോൾ അല്ലാതെ കാണും. ഞാനും ടി വിയിൽ പ്രസംഗിക്കുന്ന ആളാണ്. ടി വിയിൽ പ്രസംഗിക്കുന്നത് കാശ് കൊടുത്തൊന്നും പ്രസംഗിക്കുന്നതല്ല. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ബ്രദർ ഇതൊക്കെ പറഞ്ഞാലും ആഴ്ചയിൽ 3 ദിവസം ടി വി പ്രസംഗിക്കണമെങ്കിൽ രൂപ എത്ര കൊടുത്താൽ പറ്റും? ഇല്ലേ? ഞാനതൊന്നും ഉദ്ദേശിച്ചൊന്നുമല്ല. ഒരു 5-8 വർഷം മുമ്പ് ഒരു ടെലിവിഷൻ ഓണർ എൻ്റെ അടുത്ത് വന്നു. ഓണർ വന്നിട്ട് പറഞ്ഞു, സജാ, ഞങ്ങളുടെ ചാനലിൽ പ്രസംഗിക്കുന്നതൊക്കെ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സൊക്കെയാണ്. പിന്നെ അവരാ ഞങ്ങൾക്ക് കാശെല്ലാം തരുന്നത്. പക്ഷേ ഞങ്ങൾക്കറിയാം ഇവന്മാർ പറയുന്നതെല്ലാം കള്ളമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പോയിൻ്റ്, ഞങ്ങളുടെ സ്റ്റാൻഡ് അതല്ല, ഈ പ്രസംഗകരുടെ സ്റ്റാൻഡല്ല. കാര്യം അത് സ്പോൺസർഡ് പ്രോഗ്രാമാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, സായിച്ചാൻ വന്നിട്ട്, സായിച്ചാൻ ഇവർക്കെതിരെ ഞങ്ങളുടെ ടെലിവിഷനിൽ പ്രസംഗിച്ചു, 1 രൂപയും തരണ്ട. 5-8 വർഷമായിട്ട് 1 രൂപ പോലും കൊടുക്കാതെ അവരെൻ്റെ മെസ്സേജെല്ലാം ചാനലിലിടുകയാണ്. ടെലിവിഷൻ പ്രസംഗിക്കുന്നവർക്കെതിരായിട്ടും ഞാൻ പ്രസംഗിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. 1 രൂപ പോലും കൊടുക്കാതെ അവരെൻ്റെ പ്രസംഗമൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് ടെലിവിഷനിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാൻ ആ രീതിയിൽ കാശെല്ലാം കൂടെ ടെലിവിഷൻകാർക്ക് കൊണ്ട് കൊടുക്കുകയാണെന്ന് ആരും ചിന്തിക്കരുത്. പിന്നെ ടെലിവിഷനിൽ കൂടെ ഞാൻ കാശ് പിടിക്കുന്നുമില്ല, അങ്ങനെയുണ്ട്. മറ്റുള്ളവർ കാശ് പിടിക്കുന്നു, ഞാൻ ടെലിവിഷനിൽ കൂടെ അല്ല. 45 വർഷമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരാളോടും പണം ചോദിച്ചിട്ടില്ല. ആൾക്കാർ തരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ട വലിയ അത്യാവശ്യം ഉണ്ടായിട്ടുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, കാശൊന്നും ഇല്ലാതിരുന്നപ്പോൾ എന്നാൽ പിന്നെ അമേരിക്കയ്ക്ക് ഒന്ന് വന്നേക്കാമെന്ന് വെച്ച് വന്നതല്ല ഞാൻ. എൻ്റെ ഇഷ്ടം പോലെ കാശുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇഷ്ടം പോലെ എന്ന് പറയുന്നത് ആവശ്യത്തിന് ഇല്ലേ, അന്നന്നതൊക്കെയുള്ളത് മതി എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള, അത് എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, മിഷന് വേണ്ടി പോലും ആവശ്യമുള്ളത് അതാത് സമയത്ത് ദൈവം തരുന്നുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും, എൻ്റെ ബ്രദറെ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ അങ്ങനെ പറയേണ്ടത്? ഉള്ള സത്യമല്ല പറയാൻ പറ്റുള്ളൂ. തരുന്നുണ്ടെന്നേ, ദൈവം തരുന്നുണ്ട്. ദൈവം തരുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ അയ്യോ ഞങ്ങൾക്കൊന്നും ഇല്ലേ, ഇച്ചിരി പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇതുകൂടെ ചെയ്യാൻ പറ്റുമായിരുന്നേ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നോ അത് ചെയ്യാനുള്ള റിസോഴ്സസ് കർത്താവ് എനിക്ക് തരും. അത് മിഷൻ്റെ ആവശ്യത്തിന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മിഷനൊക്കെ പോട്ടെ, അനുദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കർത്താവ് നിങ്ങൾക്ക് തരും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ കിടന്നങ്ങ് പെടാപ്പാട് പെടുകയോ ചാകേണ്ട കാര്യമൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ കർത്താവിനോട് പറ. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഒരു നിങ്ങളുടെ മോഹങ്ങളല്ല, നിങ്ങളുടെ നീഡ്സ് എന്തെങ്കിലും നടക്കുന്നില്ലെങ്കിൽ കർത്താവിനോട് പറ. കർത്താവ് അത് നിങ്ങൾക്ക് ചെയ്ത് തരും. സ്തോത്രം ഹല്ലേലൂയ ഒന്നും കേൾക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് വലിയ സ്തോത്രം ഹല്ലേലൂയ ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ദിസ് ഈസ് ദ ഫാക്റ്റ്.
ദിസ് ഇസ് എ ഫാക്ട്. അപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. പിന്നെ അപ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകുന്നത്. ഈ കാലങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മളെ ആളുകളൊക്കെ ഒത്തിരി റിലീജിയസ് ആണ്, സ്പിരിച്വൽ അല്ല. റിലീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ഔട്ട്സൈഡ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം വിതിൻ. നമ്മൾ സഭയിൽ വരുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, ബട്ട് എവറിതിങ് ഈസ് ഔട്ട്സൈഡ്. ബട്ട് സ്പിരിച്വാലിറ്റി ഈസ് അത് റിലേഷനാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ജീസസ് ഈസ് ഔട്ട്സൈഡ്, ഈസ് നോട്ട് ഇൻസൈഡ്, റാദർ ജീസസ് ഈസ് ഔട്ട്സൈഡ്. യേശുവിനെ പലപ്പോഴും നമ്മൾ പുറത്താണ്. യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ സ്നേഹിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആസ് ഐ സെഡ്, when you are going to Jesus who will provide everything for you, you are serving a God who is outside. But when Jesus comes inside, ഇതെനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. When you are going to Jesus to receive something from him, Jesus is outside. അതാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദിവസം അവരെന്താ കാണുന്നത്? They come to Jesus and said, Jesus, we want to make you king. And what Jesus did? Okay, come on, come take the crown. എന്നെല്ലാം പറഞ്ഞു. ഇല്ല, he withdrew. അവൻ അവരുടെ ഇടയിൽ നിന്ന് മുങ്ങി, നമ്മളെ ഭാഷ പറഞ്ഞാൽ എന്നറിയാമോ? രാജാവാക്കാതിരിക്കാൻ. യേശു രാജാവല്ലേ? യെസ്, he is king. Then why he was not ready to receive the crown that was prepared by the people who were fed by Jesus? Because they needed a king who provides them food. They needed a provider king. The next day, and that day Jesus went away, and the next day നമ്മുടെ ഭാഷ പറഞ്ഞാൽ ആ രാജ്യം തന്നെ വിട്ടു കളഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് യേശു, എല്ലാവരും കൂടെ പിന്നെയും വന്നു പിറ്റേ ദിവസം രാജാവാക്കാൻ. അവിടെ വന്നപ്പം യേശുവിനെ കണ്ടില്ല. He was not there. അതായത് ആ ദേശം വിട്ട് കടൽ കടന്ന് അക്കരയ്ക്ക് പോയി. യു സി, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് ഇത്രയും ആൾക്കാരെല്ലാം കൂടെ വന്ന് 5000 പേരൊരു കൺവെൻഷൻ. 5000 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 പേര് ഫുഡ് കഴിച്ചു എന്നും അതിനകത്ത് മെൻ എന്നാണ് പറയുന്നത്, പുരുഷന്മാർ, 5000 പുരുഷന്മാർ. അപ്പോൾ ഒരു 10000 പേര് എന്താണെങ്കിലും കാണുമെന്ന് വെച്ചു. 10000 പേര് കൂടി ഒരു കൺവെൻഷൻ ഒരിടത്ത് നടന്നാൽ പിറ്റേ ദിവസം നമ്മൾ അവിടെ തന്നെ ഒരു കൺവെൻഷനോട് നടത്താനല്ല നോക്കത്തുള്ളൂ. യേശു അവിടുന്ന് മുങ്ങി, അവരോട് പറഞ്ഞു പോലുമില്ല, അക്കരയ്ക്ക് പോയി. എന്നറിയാമോ? ഈ ആളുകൾക്ക് യേശു പുറത്ത് നിന്നാൽ മതി. They needed food. They needed a God or a Jesus who will provide them bread. They wanted a bread giver. ഒരു അപ്പം നൽകുന്ന ഒരാളെ ആയിരുന്നു അവർക്ക് വേണ്ടത്. You see what is happening the next day? Jesus was on the other side of the sea and all these people were coming and they said, Guru, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. John chapter 6 നിങ്ങൾ വായിച്ചു നോക്കണം. I have no time, so I am not describing it. ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു. എടാ, ഞങ്ങൾക്ക് നിന്നെ രാജാവായിട്ട് വേണം, അതിനല്ലേ ഞങ്ങൾ വന്നത്. എന്നാൽ യേശു പറയുക, എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്ന്. ഇറ്റ്സ് ബിക്കോസ്, നോട്ട് ബിക്കോസ് യു ഹാവ് സീൻ ദ സൈൻ, ഇറ്റ് ഈസ് ബിക്കോസ് യു എയ്റ്റ് ദ ലോസ്. നിങ്ങൾ അപ്പം തന്നെ തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിച്ചത്. ഉടനെ കർത്താവ് ഇത് പറഞ്ഞ് അതിനോട് ചേർന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. കർത്താവ് പറഞ്ഞു, I want you to seek the food that takes you to eternity. Yesterday I gave you food, but it perished. And that's the reason why you need food today. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ കഴിച്ച ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നല്ലോ, പെരിഷിങ് അല്ലായിരുന്നെങ്കിൽ. ഇല്ലേ? ഈ ഭൗതികമായതെല്ലാം പെരിഷിങ് ആണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ പുറകെ അതും കർത്താവ് തരും, പക്ഷേ അതിൻ്റെ പുറകെ നടക്കരുത്. ഭൗതികമായ ഫുഡെന്ന് പറയുമ്പോൾ യു സി എനിത്തിങ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫുഡ്. whatever it is material, it is temporary.
അത് ഫുഡാണെങ്കിലും. കർത്താവ് ഫുഡ് കൊടുത്തു. ആരാ കൊടുത്തത്? യേശുവാണ് കൊടുത്തത്. യേശു ഫുഡ് കൊടുത്തിട്ട് പോലും പിറ്റേ ദിവസത്തേക്ക് അതില്ലായിരുന്നു. ബിക്കോസ് അതൊരു ടെമ്പററി റിയാലിറ്റിയാണ്. ആപ്പിറ്റൈറ്റ് ഈസ് എ ടെമ്പററി, ഓർ ഹങ്കർ ഈസ് എ ടെമ്പററി റിയാലിറ്റി. ഈവൻ ഫുഡ് ഈസ് എ ടെമ്പററി റിയാലിറ്റി. എവറിതിങ് ടെമ്പററി, ഇറ്റ് വിൽ പെരിഷ്. ഇനി ടേക്ക് ദ കേസ് ഓഫ് രോഗസൗഖ്യം തന്നെ ആലോചിച്ച് നോക്കും. കർത്താവ് എത്രയോ രോഗികളെ സൗഖ്യമാക്കി. ഞാൻ പ്രാർത്ഥിച്ചും രോഗികളെ സൗഖ്യമാകുന്നുണ്ട്. കാര്യം അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭവമാണ്. പ്രേ ഫോർ ദ സിക്ക് ആൻഡ് ദേ വിൽ ഗെറ്റ് ഹീൽഡ്. പക്ഷേ രോഗമെന്ന് പറയുന്നത് ഒരു ടെമ്പററി തിങ്. രോഗസൗഖ്യവും ടെമ്പററിയാണ്. ഇന്നലെ ബ്രെയിൻ ട്യൂമർ വന്നിട്ട് മരിക്കാൻ പോയ ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് സൗഖ്യമായി എന്നതുകൊണ്ട് പിന്നെ അങ്ങേർക്ക് ഒരു രോഗവും വരത്തില്ലെന്നില്ല. ബ്രെയിൻ ട്യൂമർ വന്ന് സൗഖ്യമായ ആൾ മലേറിയ വന്ന് മരിച്ചെന്നിരിക്കും. അപ്പോൾ ആരും പറയരുത് യേശു തന്നെയാണോ സൗഖ്യമാക്കിയത്. അതെ, യേശു ആ സൗഖ്യമാക്കിയത്. പക്ഷേ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്. അത് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്നതോ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നൊന്നുമല്ല. ഇനി രോഗസൗഖ്യം മാത്രമല്ല, നമുക്കറിയാമല്ലോ ലാസറിൻ്റെ സ്റ്റോറി നമുക്കറിയാം. ലാസറിനെ കർത്താവ് ഉയിർപ്പിച്ചു. ലാസറസ് വാസ് റേസ്ഡ് ബൈ ജീസസ്. വേർ ഈസ് ലാസറസ് ടുഡേ? ഹി ഡൈഡ് അഗൈൻ. അപ്പം മരിച്ചവരിൽ നിന്നൊരാൾ ഉയിർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ പോലും അതും ടെമ്പററിയാണ്. So everything physical is temporary. That will not take you to eternity. God certainly will help you to come out of all the troubles you have in your body. ടെമ്പററി തിങ്സിൻ്റെ കാര്യത്തിലൊന്നും കർത്താവിന് യാതൊരു താല്പര്യമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. If you are sick, you pray, God will heal you. If you need money, if it is your need, റിയൽ നീഡ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 50 വീട് ഇപ്പോൾ ഉണ്ട്, അത് 100 വേണ്ടി പോകുന്നവൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് വേണമെങ്കിൽ മറ്റേ പാർട്ടി തരും. ഏതാ? വീണ് നമസ്കരിച്ച് കഴിഞ്ഞാൽ മറ്റേ പാർട്ടി 50 100 തരും. അപ്പോൾ സമ്പത്ത് കിട്ടുന്നതെല്ലാം ദൈവത്തിൽ നിന്നാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത് വേറൊരു ഇഷ്യൂ. ഇവിടെ കർത്താവ് പറഞ്ഞു, യെസ്റ്റർഡേ യു ഗേവ് ദ ഫുഡ് ദാറ്റ് ഐ gave you. Yesterday you ate the food, the bread that I gave you. Today I'm asking you to eat the bread, eat the food that takes you to eternity. നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി കാംക്ഷിപ്പിൻ. All on a sudden people were asking, അത് മൊത്തം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. The food that takes you to eternity, what is it? എന്നെ കർത്താവ് പറഞ്ഞു, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ബ്രെഡ് തന്നു, ഞാൻ തന്ന ബ്രെഡ് തിന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്നെ തിന്നണം. ബ്രെഡ് തിന്നാൽ പോരാ, എന്നെ തിന്നണം. എന്നെ തിന്നണം എന്ന് പറഞ്ഞാൽ എന്താ? I am going to get inside you and I am going to stay there. I will abide in you and you will abide in me. I will abide in you. വയറ്റിലോട്ട് പോയാൽ വയറ്റിൽ നിന്ന് അങ്ങ് പോകും. പക്ഷേ ഇത് വയറ്റിലേക്കല്ല പോകുന്നത്, നമ്മിലേക്ക് വരികയാണ് യേശു. വെൻ യു ഈറ്റ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. ജീവൻ്റെ അപ്പം. സോ ജീസസ് സെഡ്, യെസ്റ്റർഡേ ഐ ഗേവ് യു ബ്രെഡ്, ബട്ട് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഈറ്റ് മീ. അതാണ് ജീസസ് ഇൻസൈഡ്. ആൻഡ് വെൻ ജീസസ് ഈസ് ഇൻസൈഡ്, യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? He will take control of your life. അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. He is going to live in you and control your life. അതാണ് ജീസസ് ഇൻസൈഡ്. When you are getting everything from Jesus, Jesus is outside. When you are controlled by Jesus, Jesus is inside. You see the difference between Jesus inside and Jesus outside. But unfortunately, ആ വാക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല, but still I say 90% of the Christians, they are following a Jesus who is outside, including in Pentecostal churches, because they look to Jesus for things.
They are not looking for Jesus to take control of their lives. യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുന്ന ആളുകൾ കുറവ്. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പറയും യേശുവേ കർത്താവേ എന്നൊക്കെ വിളിക്കും. കർത്താവ് പറയുക എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ഇവിടെ വന്ന് കൈപൊക്കി പാട്ട് പാടിയതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചതുകൊണ്ടോ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കരുത്. The question, did you give your life to Jesus? Who is controlling your life? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇഫ് ജീസസ് ഷുഡ് കം ഇൻസൈഡ് യു, യു നീഡ് ടു സീ ദാറ്റ് യു ആർ ഔട്ട്സൈഡ്, ബിക്കോസ് there is only one throne in everybody's life. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു സിംഹാസനമേ ഉള്ളൂ. You get my point? അപ്പോൾ ആ സിംഹാസനത്തിൽ യേശു ഇരിക്കണമെങ്കിൽ ഇപ്പോൾ ആരാ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ഞാനായിരിക്കുന്നത്. ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സിംഹാസനത്തിൽ ഞാനിരിക്കുകയാണ്. ഐ ആം സിറ്റിംഗ് ഓൺ ദ ത്രോൺ ഇൻ മൈ ലൈഫ് ആൻഡ് ഐ എം കൺട്രോളിങ് മൈ ബോഡി. ഒരു ചെറുക്കൻ മറ്റൊരു ചെറുക്കനെ ഇടിച്ചപ്പോൾ അവൻ ചോദിച്ചു എന്തിനാണ് എന്നെ ഇടിച്ചത്? ഞാൻ ഇടിച്ചില്ല. പിന്നെ ആരാ ഇടിച്ചത്? എൻ്റെ കൈയാണ് ഇടിച്ചതെന്ന്. അങ്ങനെ കൈക്ക് ഇടിക്കാനൊന്നും പറ്റത്തില്ല. ആരാ ഇടിക്കുന്നത്? ഞാനാ. വേർ ആം ഐ? ഐ ആം സിറ്റിംഗ് ഇൻ മൈ ത്രോൺ and I am controlling my body, all my organs. You see? So, when I am sitting in my throne, I want to use my body to fulfill my desires, my interest, എൻ്റെ passions, എൻ്റെ മോഹങ്ങൾ, my desires, my passions. I just want to fulfill my passions in my body because I am sitting in my throne. So that's where Jesus is coming. Now Jesus is outside giving you food, money, power, job, everything. And Jesus says, you see, I am interested in you. I did all these things for you. But I want to see that you are eating me. എനിക്ക് ഉള്ളിൽ വരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ പുറത്ത് പോകണം. അതാണ് ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വാക്യങ്ങൾ നമ്മളങ്ങ് വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഇതത്രയും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്. ഇഫ് യു വോണ്ട് ടു ഫോളോ ജീസസ്, ഇഫ് യു വോണ്ട് ടു സീ ദാറ്റ് ജീസസ് ഈസ് ഇൻസൈഡ്, യു നീഡ് ടു സീ ദാറ്റ് യു ആർ ഔട്ട്സൈഡ്. And even you are putting yourself on the cross. You are on the throne, but now you emptied your throne for Jesus. And you are outside. പക്ഷേ നമ്മളെ ഒരു പ്രശ്നം എന്നറിയാമോ? നമ്മൾ ചിലപ്പം പറയും, many times you know what happens, people are telling Jesus, I want you to sit in my throne. Okay, I will give you some space. Jesus, please. Yeah, sit. I will sit here, you sit there. So they want to share the chair. But the problem, Jesus will never share a chair. Jesus will never share a chair. So if you want Jesus to sit there, you need to get out of your throne. And the problem, നമ്മുടെ സെൽഫിനെ നമ്മൾ പുറത്താക്കുകയാണ്. അതാണ് തന്നെത്താൻ ത്യജിക്കുക. ഈ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൽഫ് ഒരു ഡീസൻറ്റ് ഫെലോ അല്ല. ഈ സെൽഫ് ഒരു വല്ലാത്ത ഒരു സാധനമാണ്. അതിനെ നമ്മൾ ഒന്ന് ഇറക്കി വിട്ടാലും അതിന് നാണമൊന്നുമില്ല. അത് പിന്നെയും കയറി വന്നിരിക്കാൻ നോക്കും. പിന്നെ യേശുവിനെ ചിലപ്പോൾ പോയി തള്ളുമ്പം യേശു ഒരു ഡീസൻറ്റ് ഫെലോ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങ് എണീറ്റ് പോകും. പിന്നെയും നമ്മൾ കയറിയിരിക്കും. ഇതാ പലരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ ഒന്ന് കൈ പൊക്കി യേശുവിനെ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ എന്ത് ചെയ്യും? പിന്നെ സെൽഫി എന്ന് തള്ളും. You see, I'm not joking, but that is what is happening. So in the lives of many people, once they accepted Jesus very genuinely,
I'm not saying that they are not genuine. Very genuinely they accepted Jesus, but they were not removing the self or denying the self in a proper way. അപ്പോൾ അതുകൊണ്ട് പിന്നെ സെൽഫ് കയറി ചെല്ലും. അവനെ വാതിക്കൽ കൂടെ ഇറക്കി വിട്ടാൽ ജനലിൽ കൂടെ കയറി വരും. ഇതാണ് സെൽഫിൻ്റെ പ്രശ്നം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, if you want me to sit in the throne, put yourself on the cross. അതാണ് ശരിക്കും സ്വയത്തെ ക്രൂശിക്കുക എന്ന് പറയുന്നത്. If anyone would follow me, let him deny himself and take up his cross. So what we need to do, if you want Jesus to sit on the throne of your life and control your life, you need to see that you are crucifying the self. ക്രൂശെ കയറ്റിയാൽ തന്നെ ഇവൻ അവിടെ വെറുതെ കിടക്കത്തില്ല. ചിലപ്പോൾ കയ്യൊക്കെ പറിച്ചുകൊണ്ട് വരും. അന്നേരം ഒരാണിയൂടെ കയറ്റി അങ്ങ് അടിച്ചേക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നാൾത്തോറും ക്രൂശിക്കണമെന്ന്. കാര്യം ഇവനെ ഒരിക്കൽ ക്രൂശിച്ചാലൊന്നും അങ്ങോട്ട് കിടക്കത്തില്ല. So every morning when you come to the presence of God, tell Jesus, sit on the throne and control my life. And talk to the self. Self, be there. I crucify you. Every day. You see the difference? Luke 14 കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നാൾത്തോറും തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഇതാണ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. സെൽഫിനെ ക്രൂശിക്കണം. യു സി, ഇറ്റ് ഇസ് ആൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഒത്തിരി എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതിനകത്ത് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നറിയാമോ? Earlier I was on the throne. Earlier Jesus was on the cross and I was on the throne. But now I am on the cross and Jesus is on the throne. അതാണ് ട്രൂ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. ആ രീതിയിൽ ദൈവത്തെ, യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. കർത്താവ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അവൻ്റെ നുകം, എൻ്റെ ക്രൂശ്. ഇതെല്ലാ ദിവസവും നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഞാൻ എൻ്റെ സ്വയത്തെ ക്രൂശിക്കുമ്പോൾ മാത്രമാണ് യേശു എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ വാഴുന്നത്. അപ്പോഴാണ് എനിക്ക് റിലേഷൻ യേശുവുമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ every moment of my life I experience Jesus sitting on my throne and controlling my life. Every moment, it's a moment by moment experience with God. So do we have that? Most of the time we try to put Jesus in our life when we come to the Sunday service or some meetings like this or some revival meetings. But my question, where is Jesus? Is he outside or inside? Many times we are following a Jesus who is outside because we need everything. ഈ മോഹങ്ങളിൽ നിന്നൊരു വിമോചനം പ്രാപിച്ചാലേ നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളൊരു വലിയ പ്രശ്നം, ഈവൻ പീപ്പിൾ, പാസ്റ്റേഴ്സ് ഫ്രം ഇന്ത്യ, ദേ ആർ കമ്മിങ്. അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും മറ്റുമുണ്ട്. അതുകൊണ്ട് അവരാരെയും പിണക്കത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ പിന്നെയും വന്നിട്ട് always talking what you are going to get if you pray, if you പിന്നെ ചിലപ്പോൾ ആളുകൾ പറയും, നിങ്ങൾ എനിക്ക് കാശ് തന്നാൽ നിങ്ങൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. അതുകൊണ്ട് യു സി, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കാശ് കൊടുത്തു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ആളുകൾ, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗം അതാണല്ലോ, സീഡ് മണി. എന്താ സീഡ് മണി? നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതും പലരും ഫോളോ ചെയ്യുന്നതുമാണ്. സീഡ് മണി എന്നാ? You give to Jesus, give to God, give to God's people, God's ministers, you are going to get 100-fold. എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ. Do you think that Jesus is a businessman? It is just like investing. ദൈവവചനം പറയുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു, ലാഭേച്ഛയോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുമെന്ന് ഞാൻ വേദപുസ്തകത്തിൽ പഠിച്ചിട്ടില്ല. എനിക്ക് 100 കിട്ടാൻ വേണ്ടി ഇപ്പോൾ 10 കൊടുത്താൽ
കിട്ടാൻ വേണ്ടി കൊടുക്കുന്നവനെ എനിക്കത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കിട്ടാൻ വേണ്ടി കൊടുക്കുന്നവന് നോ, എസ്പെഷ്യലി ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. I am giving to the Lord because I love the Lord. And everything that I have, it belongs to God. ദശാംശത്തിൻ്റെ ഉപദേശം ഞാനിങ്ങനെ ഈ ഔട്ട് ഓഫ് സിലബസായി ഇന്നൊത്തിരി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഈ ഔട്ട് ഓഫ് സിലബസ് പലപ്പോഴും ഒത്തിരി പ്രയോജനം ഉണ്ടാകുന്നതിൻ്റെ ചിന്ത. ഔട്ട് ഓഫ് സിലബസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടൈത്ത് കൊടുക്കുന്നതിനെതിരൊന്നുമല്ല. പക്ഷേ ടൈത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്നാണെന്നറിയാമോ? ഒരു വലിയ പ്രോബ്ലം. ടൈത്ത് എന്താ പറയുന്നത്? 1/10 goes to God. That belongs to God. ചില ആളുകൾ പറയുമല്ലോ 10% ദൈവത്തിൻ്റെയാണ്, അവത്തെ ഞാൻ തൊഴത്തില്ല, അത് ദൈവത്തിൻ്റെ വകയാണ്, 10% ഞാൻ കർത്താവിന് കൊടുത്തിരിക്കും. അത്രയെങ്കിലും കൊടുക്കുക. പക്ഷേ പ്രോബ്ലം എന്നറിയാമോ? 10% ദൈവത്തിൻ്റെ ആണെന്ന് പറയുമ്പോൾ വ്യംഗ്യമായി ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, 90% എൻ്റെയാണ്. 10% ദൈവത്തിൻ്റെ, ബാക്കി 90%ഓ ആരുടെയാ? അത് നമുക്ക് ദൈവം തന്നിരിക്കുന്നു. നോ, 100% ബിലോങ്സ് ടു ഗോഡ്. 100% ആരുടെ വകയാണ്? ദൈവത്തിൻ്റെയാണ്. പിന്നെ അതിനകത്തുനിന്ന് വല്ലതും കഴിക്കാനും കുടിക്കാനും ഒക്കെ നമ്മൾ എടുത്തു. യു സി, അത് ദൈവം നമുക്ക് തരുന്നതാണ്. അതിന് പേഴ്സൻറ്റേജ് ഒന്നുമില്ല. വളരെ അത്യാവശ്യമായി എനിക്ക് വേണ്ട, എൻ്റെ പിള്ളേരെ പഠിപ്പിക്കണം, എനിക്ക് ചിലപ്പോൾ ഒരു വീട് വേണം, അല്ലെങ്കിൽ കാർ വേണം, എന്തും ആയിക്കോട്ടെ, നീഡ്, ഗ്രീഡല്ല, നീഡ്. അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് അത് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുക, അല്ലാതെ ദൈവത്തിന് കൊടുക്കുകയല്ല. യു സീ ദ ഡിഫറൻസ്. ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്, പക്ഷേ കൊടുക്കുമ്പോൾ എന്ത് മനോഭാവമാണ് നമ്മളേത്? ദൈവത്തിൻ്റെ 10% ഞാൻ കൊടുത്തു, അത് ഞാൻ തൊഴത്തില്ല, ബാക്കി 90% എൻ്റെയാണ്. അതുകൊണ്ടൊരു പ്രശ്നം എന്നറിയാമോ? ഇത് 90% കൊണ്ട് എന്തോ ചെയ്യണമെന്ന് നമുക്കറിയത്തുപോലുമില്ല. നമുക്കിഷ്ടമുള്ളത് ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇതെല്ലാം എന്താണ് ഈ 90% ഇട്ട് കളിക്കുന്നത്. അവർക്കിഷ്ടമുള്ളത് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എഗൻസ്റ്റ് ദ ബൈബിൾ, ദാറ്റ് ഈസ് എഗൻസ്റ്റ് ദ ടീച്ചിങ്. ഞാൻ പറയാമല്ലോ, എവ്രിതിങ് ഐ ഹാവ് ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. എവ്രിതിങ് ഐ ഹാവ് ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. അതിനകത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിക്കണം. കർത്താവിനോട് ചോദിച്ചാലേ പറ്റുള്ളൂ. അത് കർത്താവിൻ്റെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചെറിയ പ്രായത്തിൽ ഇച്ചിരി അഹങ്കാരിയായിരുന്നു. അഹങ്കാരി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഐ തോട്ട് ഐ ഹാഡ് മണി ലൈക്ക് ഇനഫ് മണി. അങ്ങനൊരു വീട്ടിലാണ് ഞാൻ വളർന്നതും. അത് അഹങ്കാരം പറയാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് പറയുമായിരുന്നു, എടാ ഇങ്ങനെ സ്പെൻഡ് ചെയ്യരുത്. അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു, കുഴപ്പമില്ല, എൻ്റെ അപ്പൻ്റെ കാശ് പോലും അല്ല, വലിയ പൂപ്പൻ ഉണ്ടാക്കിയതാടാ, പോട്രാ എന്ന് ഞാൻ പറയുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്പെൻഡ് ദ മണി ദാറ്റ് ഐ ഹാവ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഒരു ദിവസം കർത്താവ് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു, അപ്പൂപ്പൻ്റെ കാശോ? എടാ അങ്ങനെ പണമില്ല, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. നിൻ്റെ അപ്പൂപ്പന് തോട്ടങ്ങളുണ്ടായിരുന്നെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, പക്ഷെ അത് എൻ്റെയാണ്. ആ ഒരു ടീച്ചിങ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നപ്പോൾ മുതലാണ് ഒരു ചായ കുടിക്കാൻ പൈസ മുടക്കണമെങ്കിൽ കർത്താവിനോട് ചോദിക്കും, കർത്താവേ വേണോ ഇത്? നല്ല ഒരു ഷർട്ടോ ഷൂസോ ഒക്കെ കാണുമ്പോൾ എൻ്റെ ആവശ്യത്തിൽ കൂടുതൽ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ കർത്താവിനോട് ചോദിക്കും, വേണോ ഇത്? For buying everything, I ask God. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കിട്ടിയ കാശ് അല്ലാതെയും കാശുണ്ട് എനിക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ വേലയ്ക്ക് ഒരാൾ തന്നാലും അപ്പൂപ്പൻ ഉണ്ടാക്കിയ സ്വത്താണെങ്കിലും എല്ലാം ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കിട്ടുന്ന കാശ് ഞാൻ വേറെ ഒന്നിനും വേണ്ടി എടുക്കത്തില്ല. എനിക്ക് ഉള്ള കാശ് ഞാൻ എനിക്കിഷ്ടം പോലെ ഉപയോഗിക്കുമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവാധിപത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതായത് എൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് ഇപ്പോഴും യേശുവല്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ യേശുവിനോട് ചോദിച്ചിട്ട് വേണം സാധനം വാങ്ങിക്കാൻ. ഇതൊക്കെ പറയുമ്പോൾ ഇച്ചിരി പ്രയാസമായിരിക്കും. നിങ്ങൾ വാങ്ങിച്ചോ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും വാങ്ങിച്ചോ, പക്ഷേ യേശുവിനോടൊന്ന് ചോദിക്കണം, ഇത് ആവശ്യമുണ്ടോ?
ഒറ്റ ഒരു ആമേനില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അവിടെയാണ് ജീസസ് ഇൻസൈഡ് ആകുന്നത്, അല്ലെങ്കിൽ ജീസസ് ഔട്ട്സൈഡാ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, വേർ ഈസ് ജീസസ്? ഈസ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്? വി നീഡ് ടു സീ ദാറ്റ് ജീസസ് ഈസ് ഇൻസൈഡ്. യേശു എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരവസ്ഥ വേണം, എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു അനുഭവം വേണം, എന്നെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്നൊരവസ്ഥ വേണം. അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അവിടെയാണ് എക്സാക്ട്ലി ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് എൻ്റെ റിലേഷൻ. അപ്പോഴുണ്ടല്ലോ, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റുള്ളല്ലോ. I got a moment by moment experience with God, because every moment I'm seeking the will of God. It is not those who call me Lord, Lord that goes to heaven, but those who do the will of the Heavenly Father. If you want to do the will of the Heavenly Father, you need to know the will of the Heavenly Father. If you want to know the will of the Heavenly Father, you need communication. Communication, moment by moment communication വേണം. എപ്പോഴും ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ വേണം. അല്ലാതെ ഇവിടെ വന്ന് കുറച്ച് പാട്ട് പാടുന്നത് ഞാൻ എതിരൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്ന ആളാണ്, അത് വേറെ കാര്യം. അന്യഭാഷ പറയുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇഫ് ജീസസ് ഈസ് നോട്ട് ഇൻസൈഡ്, ആൻഡ് ഇഫ് ഹി ഈസ് നോട്ട് കൺട്രോളിങ് മൈ ലൈഫ്, ഇഫ് ഹി ഈസ് നോട്ട് ഓൺ ദ ത്രോൺ, if I'm not having communication with God every moment, then Jesus is outside. So ask yourself, where is Jesus today? Whether he is inside or outside. So that is exactly ഈ ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അതാണ്. I want to speak about the Holy Spirit in these days. അതിലോട്ട് കയറിയില്ല, അത് സാരമില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മൾ സബ്ജക്റ്റ് വൈസ് എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ പറയാൻ, അതും അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക, ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കർത്താവ് ആദ്യം പറയുന്ന വേദഭാഗം എന്ന് പറയുന്നത്, കർത്താവ് ഈവൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് always Holy Spirit കുറിച്ചുള്ള അത് from the very beginning of the Bible, it starts with the work of the Holy Spirit. Sometimes people think the Holy Spirit came on the day of Pentecost and earlier there was no Holy Spirit. No. Holy Spirit was there from the very beginning of creation. You get my point? Even in the Old Testament, all godly people were controlled by the Spirit. And they had communication and communion with the Heavenly Spirit. What the Holy Spirit is doing? ഇപ്പോൾ Genesis chapter 1 verse 2 അവിടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ 1 onwards, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സോ ലുക്ക്, Holy Spirit is not just a New Testament concept, but I will talk more from the New Testament. Of course, New Testament revelation, Old Testament revelation ഒത്തിരി ഹയറാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. പക്ഷേ ഇവിടെ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ചാപ്റ്റർ 1 തന്നെ നമ്മൾ കാണുകയാണ്. In the beginning God created heavens and earth, and the earth was void and shapeless, and darkness was upon the face of the deep, and the Spirit of God moved upon the face of the waters. അപ്പോൾ ആശ്വാസത്തിൻ്റെ വചനം കുറച്ച് വേണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഹോളി സ്പിരിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതൊന്ന് പറയാനായിട്ടാണ്. പക്ഷേ മറ്റേതൊന്നും മറന്നു പോകരുത്. ആശ്വാസം വരുമ്പം മറ്റേതെല്ലാം മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ the beginning of creation, what do we see? In the beginning, God created heavens and earth. Who created heavens and earth? It is God. ഞാൻ പെട്ടെന്ന് പറയാം. But the
earth was void and shapeless. See, ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഗാഡ് വിൽ നോട്ട് ക്രിയേറ്റ് എനിത്തിങ് വോയിഡ് ഓർ ഷേപ്പ്ലെസ്. ദൈവം ഒരിക്കലും ഒന്നും പാഴും ശൂന്യവുമായും സൃഷ്ടിക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിയേഷൻ ഈസ് ദ റേഡിയേഷൻ ഓഫ് ഗോഡ്സ് ഗുഡ്നെസ്. ദൈവത്തിൻ്റെ നന്മയുടെ പ്രസരണമാണ് സൃഷ്ടി. ദൈവം നന്മയായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് തിന്മയായതൊന്നും വരാൻ സാധ്യതയില്ല. യു സി, ബൾബ് കത്തിച്ചാൽ ഇരുട്ട് വരുമെന്ന് പറയുന്നത് പോലെയാണ് ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായിട്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ശരിയായിട്ടുള്ള അർത്ഥം? ശരിയായിട്ടുള്ള അർത്ഥം ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്നുള്ളതാണ്. വെൻ ഗോഡ് ക്രിയേറ്റഡ്, it was not void and shapeless. In Isaiah, book of Isaiah, book of Isaiah, chapter 45, 47, verse 18 അവിടെ പറയുന്നത്, ഐസയ ചാപ്റ്റർ 45 വേഴ്സ് 18, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. സോ ഇറ്റ് ക്ലിയർലി സേയ്സ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ക്രിയേറ്റ് ഇറ്റ് എ കായോസ്. അവൻ വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചത്. സോ ഗോഡ് ഡിഡ് നോട്ട് ക്രിയേറ്റ് ദി എർത്ത് എ കായോസ് ഓർ ഷേപ്പ്ലെസ് ഓർ ഫോംലെസ്, without form, no. But what happens? It became void and shapeless. Okay. Now let us come back to Genesis. അവിടെ എഴുതിയിരിക്കുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഈ വാക്യം ശരിക്കും അങ്ങനെ വായിക്കുന്ന, അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ആഴത്തിന്മീതെ ഇരുൾ വന്നു, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. NIV യിലും മറ്റും, പിള്ളേരൊക്കെ NIV ഉപയോഗിക്കുന്നവരാണല്ലോ, അതിനകത്തൊരു ചെറിയ നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്നത് പ്രോബബിളി ഇറ്റ് ബിക്കെയിം വോയിഡ് ആൻഡ് ഷേപ്പ്ലെസ്. ഇറ്റ് ബിക്കെയിം. അതിൻ്റെ കാരണം എന്താ പറയുന്നത്? ഇരുൾ വന്നു, ആഴത്തിന്മീതെ ഇരുൾ വന്നു. ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ ആളുകളുടെ ഒക്കെ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് അല്ല, പൊതുവേ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, there are different kind of gods, good gods and bad gods. Good God that dwells on the fresh water, and the bad God on the sea. ഫ്രഷ് വാട്ടറിൽ നല്ല ദൈവവും, അത് ബിബ്ലിക്കൽ അല്ല കേട്ടോ, വേദപുസ്തകത്തിൻ്റെ ടീച്ചിങ് അല്ല, ആഴം ഉള്ള അല്ലെങ്കിൽ ഡെപ്സിൽ ഇരുളിൻ്റെ ദൈവങ്ങളും, ബാഡ് ഗോഡ്സ്. അപ്പോൾ ഇവിടെ ബിബ്ലിക്കൽ റൈറ്റർ പറയുകയാണ്, ദർ വാസ് ബാഡ് തിങ്സ് ഓർ ബാഡ് ഗോഡ്സ് എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ബിക്കോസ് ദർ ഈസ് ഓൺലി വൺ ഗോഡ്. And the biblical writer never accepts the existence of other gods. That's the reason why he started, in the beginning God created heavens and earth. You see, Hebrew language-il goddess എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ there is no goddess at all. There is no small gods, big gods, nothing like that. There is only one God. And that is our God. And it is our God who created heavens and earth. But the problem, there was darkness. ഡാർക്ക്നെസ് എവിടെ നിന്ന് വന്നെന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. ഡാർക്ക്നെസ് എങ്ങൊന്നും വരേണ്ട കാര്യമില്ല. കാര്യം ബേസിക്കലി ഡാർക്ക്നെസ്സിന് അതിന് ആ രീതിയിലുള്ള ഒരു ബീയിങ് ഇല്ല. കാരണം ഇവിടെ ഇപ്പം ഡാർക്ക്നെസ് വരുത്തണമെങ്കിൽ നമ്മൾ എവിടെ നിന്നെങ്കിലും വെളിച്ചം കൊണ്ടുവരണമെങ്കിൽ ബൾബ് കത്തിക്കണം, ഇരുട്ട് കൊണ്ടുവരണമെങ്കിലോ ലൈറ്റ് ഓഫ് ചെയ്താൽ മതി. സോ ഇൻ ദി
വാട്ട് ഈസ് ഡാർക്ക്നെസ്? ഡാർക്ക്നെസ് ഈസ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. യു സീ ദ ഡിഫറൻസ്? അപ്പോൾ ഇവിടെ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആ ഇരുൾ വന്ന് ഭൂമിയെ പാഴും ശൂന്യവുമാക്കി തീർത്തു. ബട്ട് യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഗോഡ് ഡിഡ്ന്റ് സേ, okay, I created it good, but now it is void and shapeless, so I am leaving it, I am abandoning it. That is another understanding about God. Our God is a God who never abandoned. Even when we are afflicted with darkness, still God loves us. ദൈവം ഉണ്ടാക്കിയ ഭൂമിയെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിച്ച് കളയുന്നില്ല. ഹി ഈസ് നോട്ട് അബാൻഡനിങ്. അത് പാഴും ശൂന്യവുമായി തീർന്നാൽ ദൈവം ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലും വെൻ ദർ ഇസ് നോ ഗോഡ്, ഇറ്റ് ഈസ് ഡാർക്ക്നെസ്. അല്ലാതെ നമ്മുടെ ജീവിതത്തിലും ഡാർക്ക്നെസ് എങ്ങൊന്നും വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതോ അല്ല. ഇറ്റ് ഈസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഗാഡ് in the lives of the people, in the lives of the people outside Christianity and even inside Christianity. If they are not experiencing the presence of God, it is darkness. Am I right? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഡാർക്ക്നെസ് വന്നാൽ എവരിബഡി വിൽ അബാൻഡൻ us. നമ്മളൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോഴേ ഉള്ളൂ എല്ലാവരും നമ്മുടെ പുറകെ നടക്കുന്നത്. എല്ലാം തകരുമ്പോൾ എല്ലാവരും വിട്ടേച്ച് പോകും. We know the story of the prodigal son. You know, he had many friends when he had money. And when he lost all his money, when he had nothing, you know what happened? Everybody left him. This will happen in our life, even in America. Everybody will leave you. I tell you, my friends, if you are void and if you are shapeless, if you are a chaos, then your friends will abandon you. That we see. Not only your friends, even your life partner may abandon you. Your father may abandon you. Your mother may abandon you. Your children may abandon you. That we see. And I tell you, even if all these people will abandon you, even if your life partner abandons you, your parents abandon you, your children abandon you, I tell you, my friends, God will never abandon you. So what happens? When God saw the earth that he created good became void and shapeless, he was not abandoning, rather he was sending the Holy Spirit. The Holy Spirit was moving over the darkness. That is another thing that made me excited. You know, എവിടെയാണ് ഇരുൾ വന്നത്? ആഴത്തിന്മീതെ. എവിടെയാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്? വെള്ളത്തിന്മീതെ. സെയിം പ്ലേസ്. Tonight I tell you, where Satan made your life void and shapeless, if you are ready, Holy Spirit will come to the same place and move over you. നമ്മുടെ ജീവിതത്തിൽ പിശാച് തകർത്ത പല കാര്യങ്ങളിലായിരിക്കും. സാമ്പത്തിക തകർച്ചയൊന്നും നമ്മൾ അത്ര അനുഭവിക്കുന്നില്ലായിരിക്കും. പക്ഷേ റിലേഷൻഷിപ്പിലൊക്കെ എത്രയോ തകർച്ച നമ്മൾ അനുഭവിക്കുന്നു. എത്രയോ വീടുകളിൽ യുനോ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് ആസ്കിങ് us ഫോർ കൗൺസിലിംഗ്, ഫാമിലി പ്രോബ്ലംസ്. ഞങ്ങൾ എന്തുമാത്രം ആളുകളുടെ ഫാമിലി പ്രോബ്ലംസ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ഔട്ട്സൈഡ് ഒന്നുമില്ല, എല്ലാം കാണുമ്പം വളരെ മനോഹരമാണ്. അവരൊന്നും ആരോടും പറയത്തൊന്നുമില്ല, ഞങ്ങളും പറയുന്നത് ആരോടും പറയത്തുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. It is a reality. We know outside everything is good, but inside it is all void and shapeless. We always tell them we have a God who never abandoned. The only way to come out of this chaos, pray, Holy Spirit, come over me and dwell. In fact, moving over. In fact, it is just like the word brooding over, hatching over. And if a hen hatches over the eggs, what will happen? Creation happens. ഇതേപോലെ നമ്മുടെ തകർന്ന ജീവിതത്തിൻ്റെ മേൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ പറയുക, ഹോളി സ്പിരിറ്റ്,
എൻ്റെ ഫാമിലിയിൽ എൻ്റെ റിലേഷന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, ദർ ഈസ് എ കയോസ്. അല്ലേ പറ, എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള എൻ്റെ റിലേഷനിൽ പ്രശ്നങ്ങളുണ്ട്. അതല്ലെങ്കിൽ പറ, സ്പിരിച്വലി ഐ വോണ്ട് ടു ലിവ് എ ഹോളി ലൈഫ്. മെനി ടൈംസ് ടെംപ്റ്റേഷൻസ്, ഇറ്റ് മേക്സ് മീ വോയിഡ് ആൻഡ് ഷേപ്പ്ലെസ്. അതുകൊണ്ട് ആത്മീകമായ തകർച്ചയുണ്ടെങ്കിൽ, കുടുംബപരമായ തകർച്ചയുണ്ടെങ്കിൽ, മറ്റേത് മണ്ഡലങ്ങളിലാണെങ്കിലും അതേ സ്ഥലത്ത് പൊരുന്നയിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ he will come and brood over you. But only one thing, sit very silently under the wings of the Holy Spirit. കോഴിയുടെ കീഴിൽ മുട്ട, അടയിരിക്കുന്ന കോഴിയുടെ കീഴിൽ മുട്ട ഇടയ്ക്കിടയ്ക്ക് കയറി പോവുകയല്ല. ഞായറാഴ്ച മുട്ട വന്നിരുന്നു കഴിഞ്ഞാൽ ആ മുട്ട ചീമുട്ടയായി പോകും. 24/7 അവിടെ തന്നെ ഇരിക്കണം. ഇതുപോലെ 24/7 ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ബ്രൂഡിങ്ങിൻ്റെ മുകളിൽ കീഴെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും സൃഷ്ടി നടക്കും. ആൻഡ് ഹോളി സ്പിരിറ്റ് അണ്ടർസ്റ്റുഡ്, അത് ഒരു ഹ്യൂമൻ വേർഡ് അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത്, ബിക്കോസ് ഹി നോസ് എവറിഥിങ്. Understood that all the problem is darkness. And what is darkness? It is lackness of light. So what the Holy Spirit is doing, he says, pronounces, let there be light. And there was light. And creation happened. Everything became new. And God said, it's good, it's good, it's good. He created it good, but it became bad, void, shapeless. And now Holy Spirit is moving upon the darkness, and again it is good, it is good, it is good. And it is the light. What we need is light, the light of the Holy Spirit, the light of Jesus. It is not sunlight. In fact, sun was created on the 4th day. But this is the light of God, the presence of God. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മിലേക്ക് പ്രകാശത്തെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്നല്ല, he is ready. Just say, Lord, I am void, I am shapeless, I have problems, I have relationship problems. Lord, I have spiritual problems. Brood over me, O God, and pronounce the word, let there be light. അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയും. അത് ദൈവത്തിൻ്റെ പ്രകാശമാണ്. അത് കടന്നു വന്നു കഴിഞ്ഞാൽ then everything is good. Hallelujah. May God bless you. Thank you very much. ഒരു നിമിഷം ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഈ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിനെ ഫോളോ ചെയ്യുവാൻ ഇറങ്ങുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ക്രൂശും നുകവും അത് ഏറ്റുകൊണ്ട് കർത്താവിൻ്റെ കൂടെ പഠിക്കുവാൻ, കർത്താവിനെ ഫോളോ ചെയ്യുവാനായിട്ട് ഇന്ന് രാത്രി ഒരു നിമിഷം കൊണ്ട് സമർപ്പിച്ചു കൊടുക്കാമോ? പുറത്ത് നോക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും അകത്ത് ബ്രോക്കണായി കിടക്കുന്നതിനെ പണിയുവാൻ പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാമോ? കർത്താവെ, ഞങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് അങ്ങയുടെ പുറകിൽ നടക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുവാൻ ഈ രാത്രി കഴിയുമോ? കർത്താവിന് മുമ്പിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനം, ധനം, ലോകജ്ഞാനം, സ്ഥാനം, സുഖം, ഇതെല്ലാം ലാഭമല്ല എനിക്കിനി വൻ ഛേദമെന്നറിഞ്ഞു ഞാൻ യേശുവിൻ്റെ പുറകിൽ ഫോളോ ചെയ്യുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ ഇന്ന് വരെ കർത്താവിൻ്റെ പുറകിൽ ഫോളോ ചെയ്തത് കർത്താവിനെ പുറത്ത് നിർത്തിയിട്ടാണ്. കർത്താവിൻ്റെ അകത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കർത്താവിനെ ഫോളോ ചെയ്തത്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ലഭിച്ചതായ വചനത്തിന് മുമ്പാകെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ധനമാണെങ്കിലും മാനമാണെങ്കിലും ലോകജാനമാണെങ്കിലും സ്ഥാനമാണെങ്കിലും സുഖം, ഇതെല്ലാം ലാഭമല്ല എനിക്കിനി വൻ ഛേദമെന്ന് ഞാൻ അറിയുന്നു. ക്രൂശും എടുത്ത് കർത്താവിൻ്റെ പുറകിൽ ഞാൻ പോകാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ചെറിയ സ്ഥാനം എഴുതിയൊരു പഴയ ഹിമ്മാണ്. നാം അതിൻ്റെ വരികൾ പാടുമ്പോൾ അതിനകത്തൊരു വരി ഇങ്ങനെയുണ്ട്: ദൈവത്തിൻ പരിശുദ്ധാത്മാവ് എന്നിൽ വാസം ചെയ്യുകയാൽ ക്ലേശം എന്തിനവൻ എന്നെ ഭദ്രമായി കാത്തിടും. പരിശുദ്ധാത്മാവിന് മുമ്പിലേക്കൊന്ന്
വിധേയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ, ബ്രോക്കണായി കിടക്കുന്ന സകലത്തെ പണിയുവാൻ, ഇരുടായി കിടക്കുന്നതിനെ വെളിച്ചം നൽകുവാൻ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ പ്രാർത്ഥിച്ചാണ്. കർത്താവേ, അങ്ങയുടെ ക്രൂശ് എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് വരെ ഫോളോ ചെയ്തത് അങ്ങയെ പുറത്ത് നിർത്തിയിട്ടാണ്. എന്നാൽ ഇന്ന് രാത്രി കർത്താവെ, അങ്ങയെ എൻ്റെ ഉള്ളിനകത്താക്കി അങ്ങയ്ക്ക് പൂർണ്ണ സിംഹാസനം ഞാൻ നൽകിയിട്ട് കർത്താവെ, ഞങ്ങൾ പുറത്ത് നിൽക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തുവെങ്കിൽ, ശാന്തമായി ഇടപെട്ടുവെങ്കിൽ, ആ ക്രൂശ് കർത്താവ് നമ്മെ പരമേൽപ്പിച്ച നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിന്റെ പുറകിൽ നടക്കുവാൻ ഈ രാത്രി തീരുമാനമെടുക്കാമോ? ഹല്ലേലൂയ. We praise you, Jesus. Thank you, Lord Jesus. യേശുവേ പിഞ്ചൽഗയാ പാരി പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോവുകയാ. ജീവനിൻ പേർക്കായി വേണ്ടി നാഥനെ ഞാൻ പിൻചെല്ലൂ. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലൂ. ഒരു പ്രാവശ്യം അവിടെ പാടാമോ? ജീവനൻ പേർക്കായി വേണ്ടി നാഥനെ ഞാൻ പിൻചെല്ലൂ. യേശുവേ, എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലൂ. മാനം ധാരലോകജ്ഞാനം സ്ഥാനം സുഖമീതല്ല. അല്ലെനിക്കിനി പേർക്കായി വേണ്ടി നാഥനെ ഞാൻ പിൻചെല്ലൂ. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലൂ. ചേർന്ന് പറഞ്ഞ ജീവനൻ ജീവനിൻ പേർക്കായി വേണ്ടി നാഥനെ ഞാൻ പിൻചെല്ലൂ. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലൂ. ദുഷ്ടരെന്നെ പകച്ചാലും കഷ്ടം എന്തു വന്നാലും ഓ നഷ്ടം എത്ര നേരിട്ടാലും ഇഷ്ടമായി ഞാൻ പിൻചെല്ലൂ. അതുകൊണ്ട് ജീവന് പേർക്കായി വേണ്ടി നാഥനെ ഞാൻ പിൻചെല്ലൂ. ആരോ കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലൂ. കരങ്ങളെ ഉയർത്തി പാടാൻ കഴിയുമോ? ജീവനിൻ പേർക്കായി വേണ്ടി നാഥനെ ഞാൻ പിൻചെല്ലൂ. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലൂ. ക്ലേശ
ക്ലേശം വരും നേരമെല്ലാം ക്രൂശിലൻ പ്രശംസയാ. യേശു കൂടെ ഉണ്ടെന്നോ, യേശു കൂടെയുണ്ടെന്നാ തുമ്പമെല്ലാം നീങ്ങമാ. ഓ ജീവനേ പേർക്കായി വേദിക്ക നാഗരേ ഞാൻ ശബ്ദമുയർത്തി തീരുമാനത്തോടെ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹമോക്കുവിൽ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയില്ല. ഓ ജീസസ് പേർക്കായി വേദിക്ക നാഗരേ ഞാൻ ചെല്ലു. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ശബാലാരാധന ദൈവത്തിൻ പരിശുദ്ധാത്മാ എന്നിൽ വാസം ചെയ്യുകയാ. ക്ലേശമെന്തിന് ക്ലേശമെന്തിനവനെന്നെ ഭദ്രമായി കാത്തിടൂ. ജീവനൻ പേർക്കായി വേദിക്ക നാഗരേ ഞാൻ ചെല്ലു. ആരോ കൈവിട്ടാലും ഹൃദയം ഞാൻ കരങ്ങളെ എന്റെ കൂടെ ഉയർത്തിപ്പിടിക്കാമോ? പേർക്കായി വേദിക്ക നാഗരേ ഞാൻ നമ്മുടെ കർത്താവിന്റെ പുറകിൽ ക്രൂശും എടുത്തുകൊണ്ട് നടക്കാൻ, ക്രൂശൊരുവനെടുത്താൽ അതിന്റെ അവസാനം മരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ കൂടെ താൻ തരുന്ന മുഖമെടുത്ത് അവന്റെ കൂടെ പഠിക്കുവാൻ ഈ രാത്രി ഞാൻ തയ്യാറാ. കർത്താവെ ഒന്ന് സമർപ്പിക്കാം. നമുക്കൊക്കെ ഒത്തിരി കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ വചന കേൾവിയിലാണല്ലോ രൂപാന്തരം സംഭവിക്കുന്നത്. ഈ വചന കേൾവി നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മാറ്റത്തിന് വേണ്ടി ആഹ്വാനം ലഭിക്കെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് സമർപ്പിച്ചു കൊടുത്ത കർത്താവേ, എനിക്കൊരു മാറ്റം ആവശ്യമാണ് കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാത്രി കർത്താവിന്റെ വചനത്തിൽ സമർപ്പിച്ചു കൊടുത്താൽ നമ്മുടെ സെൽഫുകളെല്ലാം ഒന്ന് ഉടഞ്ഞു മാറട്ടെ. ആ സിംഹാസനം കർത്താവിന് വിട്ടുകൊടുക്കാം. ആ സിംഹാസനം ഷെയർ ചെയ്യാതെ പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുക്കാം. കർത്താവ് നമ്മെ ഭരിക്കട്ടെ. കർത്താവ് രാജാവായി വാഴട്ടെ. കർത്താവിന് ഇഷ്ടം നമ്മളിൽ നടക്കട്ടെ. കർത്താവിന് ഇഷ്ടം മാത്രം എന്റെ വീട്ടിൽ നടന്നാ മതി, എന്റെ സഭയിൽ നടന്നാ മതി, കുഞ്ഞുങ്ങൾ നടന്നാ മതി എന്ന് ആരാഗ്രഹിക്കുന്നുവോ സിംഹാസനം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക.
ഈ വചന കേൾവിയാ സംഭവിക്കുന്ന ഉണർവ് ദൈവ സഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. നമ്മളെ ദൈവം ക്രിയേറ്റ് ചെയ്തത് പാഴിശൂന്യമായിട്ടല്ല സഹോദരങ്ങളെ. ഇരുൾ എവിടെ ഇറങ്ങി വന്നു വ്യാഴുന്നുവോ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ ഇന്ന് രാത്രിയും ഇതിനകത്ത് സംഭവിക്കും. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇരുൾ വ്യാപരിച്ചിട്ടുണ്ടോ, ഏതൊക്കെ മണ്ഡലങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് ഈ രാത്രി പൊരുന്നിരിക്കുമെന്ന്, പരിവർത്തിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില വെളിച്ചങ്ങൾ സംഭവിക്കണം. ഈ വചന ഹൃദയത്തിനകത്ത് രൂപാന്തരപ്പെടുത്തട്ടെ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നുവെങ്കിൽ ക്ലേശം എന്തിനാ? ക്ലേശമെന്ന ഭദ്രമായി നിങ്ങളെ കാക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ മുമ്പിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഒരു ശാന്തമായി പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഒത്തിരി ഞങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് യഥാർത്ഥമായി അങ്ങേ ഫോളോ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടി പലതിനു വേണ്ടി ഉപസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാ. എന്നാൽ ഇന്ന് രാത്രി ക്രൂശ് ഞങ്ങൾ എടുത്ത് നടക്കാൻ ആഗ്രഹിക്കുക. കുഞ്ഞുങ്ങളെ വചനത്തിൽ സമർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ക്ലേശങ്ങൾ നിങ്ങൾക്ക് വരാം, കഷ്ടങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം, അപമാനങ്ങൾ വരാം, നിന്ദകൾ വരാം, പരിഹാസങ്ങൾ വരാം. പക്ഷേ ക്രിസ്തുവിന്റെ നാമനിമിത്തം ദൈവരാജ്യം സംബന്ധിച്ച് അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ നിങ്ങളുടെ നിലങ്ങളെയോ നിങ്ങൾക്കുള്ളതിനൊക്കെ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ദൈവം സകലവും നൽകിയില്ലേ? പോകുന്നിടത്തൊക്കെ മാതാപിതാക്കളെ നൽകിയില്ലേ? സ്നേഹിക്കാൻ കൂട്ടുകാരെ നൽകിയില്ലേ? കൂട്ടു സഹോദരങ്ങളെ നൽകിയില്ലേ? എന്തിനാ? നമ്മുടെ നീഡ്സിനൊന്നും കുറവ് വരുത്തിയില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ ദൈവം ഇന്നും നമ്മുടെ നീഡ്സ് സപ്ലൈ ചെയ്യുവാ അവ ശക്തനായി ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നേ? നമ്മുടെ ദൈവത്തിന് മുമ്പിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ജീസസ്, ഞാൻ നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കുക, ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. കർത്താവിനെ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുക. ഈ സൈജൻസ് ക്ലാസ് എടുത്ത ഈ പ്രാരംഭ സെഷനിൽ പരിശുദ്ധാത്മാവ് ചന്തമാനം ഇടപെട്ടു. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. ശൂന്യതകളെ പണിയുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി പുറത്തൊക്കെ നമ്മൾ ചിരിക്കുന്നു, കളിക്കുന്നെങ്കിലും ബ്രോക്കണായ ഒത്തിരി സംഭവങ്ങൾ നമുക്കുണ്ട്. ആരോടും പറയാൻ കഴിയാത്തൊത്തിരി വേദനകൾ നമുക്കുണ്ട്. എന്നാൽ ആ ബ്രോക്കണായ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. കർത്താവെ, ഞങ്ങൾ ബ്രോക്കണായി കിടക്കുകയാണ്, ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല കർത്താവെ. എന്നാ പരിശുദ്ധാത്മാവ് ഉപവാസ പ്രാർത്ഥന റിവൈവൽ മീറ്റിംഗിന്റെ ഈ പ്രാരംഭ സെഷനിൽ ദൈവാത്മാവ് ഇടപെടൽ ഉണ്ടാകണമേ. എത്ര പേര് വചനത്തോട് പ്രതികരിക്കും? എത്ര പേര് ആത്മാവിന്റെ പരിവർത്തനത്തിന് പ്രതികരിക്കുന്നുണ്ട്? ദൈവാത്മാവ് ഇടപെടട്ടെ, ചിലതിനെ പണിയട്ടെ, ശൂന്യതകളെ പണിയട്ടെ, ഇരുട്ടുകൾ മാറിപ്പോകട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഞാൻ ഇന്ന് രാത്രി ഞങ്ങളുടെ സന്നിധിയിലേക്ക് എന്നെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നു. ഞങ്ങളുടെ കൂടെ ആരാധിപ്പാൻ ദൈവം നൽകിയതായ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്തോത്രം. കർത്താവേ, ബ്രോക്കണായി കിടക്കുന്ന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് രാത്രി പരിവർത്തിക്കണം. വാസ്തവമായി പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. അത് കുടുംബജീവിതത്തിലാണെങ്കിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിലാണെങ്കിൽ, അത് ഭൗതിക വിഷയത്തിലാണെങ്കിൽ, ആത്മീയ മണ്ഡലങ്ങളിലാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാറ്റിനൊക്കെ ഉപരിയായി ഞങ്ങളെ സിംഹാസനം കർത്താവിന് കൊടുക്കുവാൻ, കർത്താവിന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ അങ്ങ് തന്നെ രാജാവായി ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ സെൽഫുകൾ ഉടയുന്ന രാത്രിയാകണമേ. അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളിൽ നിന്ന് അന്യഭാഷയിൽ ദൈവത്തിന് ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്താട്ട് ദൈവം ഇന്ന് രാത്രി ചില സെൽഫുകൾ ഉടയ്ക്കുകയാ. പരിശുദ്ധാത്മാവ് ഹോളിനകത്ത് മൂവ് ചെയ്യുക.
യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ അതിനു വേണ്ടി സമർപ്പിക്കുന്നു. ക്ലേശങ്ങൾ വരുന്ന നേരമെല്ലാം ഞങ്ങൾക്ക് പ്രശംസ ക്രൂശിൽ മാത്രമാണ്. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന് മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി മീറ്റിംഗിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിച്ചല്ലോ, വചനത്താൽ നിറച്ചല്ലോ, വചനത്താൽ പോഷിപ്പിച്ചല്ലോ കർത്താവേ. ഈ വചനത്താൽ അവർ നിറച്ച് ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിന് ഈ പരിടിയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ, സൂമിലൂടെ, യൂട്യൂബിലൂടെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് അവരെ ബ്രോക്കൺ സ്ഥലങ്ങളിൽ പരിവർത്തിക്കണമേ. ദൈവപ്രവൃത്തി രാത്രി അനുഭവിപ്പാൻ സഹായിക്കണമേ. ഗാനങ്ങൾ പാടി സഹായിച്ചവർ, ഇൻസ്ട്രുമെൻ്റ് വായിച്ച കുഞ്ഞുങ്ങൾ, കർത്താവെ മീറ്റിംഗ് ലീഡ് തങ്ങളുടെ ദാസൻ എല്ലാവരും നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ സഹായിച്ചാനായി യേശുമാമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ നോർത്ത് ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും മിഷൻസിനായി പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാർ വളരെ കഷ്ടം അനുഭവിക്കുന്നു കർത്താവെ, നീ അവരൊക്കെ ഓർക്കണമേ. ഞങ്ങളുടെ ദാസനെയും ദാസിക്കും ആരോഗ്യവും ബലം കൊടുക്കണമേ. ഞങ്ങളുടെ ഈ 3 ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒരു ഉത്സവം പോലെ വചനത്തിൻ്റെ ശക്തി പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാത്ത് ഞങ്ങളുടെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒന്നിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പിരിയാത്ത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പിന്നെ രാവിലെ ഒന്നിച്ചു കൂടുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. വിടാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവനായ അനത്തോടെ നിർത്തുവാൻ കഴിയുന്ന ത്രിയേക ദിവസാവകാശം, കൂട്ടായ്മയും, കാവലും, പരിപാലനങ്ങളും, ആശീർവാദങ്ങളും, അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയം ശിക്ഷാക്കണം സമ്മതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും എന്നേ കർത്താവിൻ്റെ വരരുണ്ടായിരിക്കുമാറാകട്ടെ. അറുകപ്പെട്ട കുഞ്ഞാടാം ദൈവത്തിന് കരമുയർത്തി സന്തോഷത്തോടെ 3 ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ സെഷൻ 10:30 മണിക്കാണ് ആരംഭിക്കുന്നത്. 1 മണി വരെയാണ്. ചില സമയങ്ങൾ ജസ്മാമയും മിഷണറി സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കും. അതുപോലെ ഈവനിങ്ങിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ പേരൻസ് ഓർപ്പിക്കണം. ഈവനിങ്ങിൽ 5 to 6:30 യൂത്ത്സിന് വേണ്ടി മാത്രം ഒരു സെക്ഷനുണ്ട്. എല്ലാവർക്കും കടന്നു വരാം, എന്നാൽ നമ്മൾ ഫോക്കസിങ് യൂത്തിനെയാണ്. എല്ലാവരും വരണം, എന്നാൽ ഫോക്കസിങ് യൂത്തിനെയാണ്. ഈവനിങ്ങിൽ 7 മണി മുതൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സഹായിച്ചാൻ എടുപ്പത് മീറ്റിംഗ് ആണ്. സോറി, കർത്താവ് ദൈവാസനെ ബലപ്പെടുത്തുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്.